മാഞ്ചസ്റ്റർ പെന്തക്കോസ്റ്റ് ചർച്ചിൻ്റെ പിന്നിട്ട് വഴികൾ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇന്ന് ഈ എപ്പിസോഡിലേക്ക് കടന്നു വന്നിരിക്കുന്നത് കഴിഞ്ഞ 40 വർഷങ്ങളായി കർത്തൃവേലയിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്തൃദാസൻ പാസ്റ്റർ TD ബാബു അവർകളാണ്. ദേവദാസിനെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് പാസ്റ്റർ. പ്രൈസ് ലോർഡ്. പാസ്റ്റർ, ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം സമയം കണ്ടെത്തിയതിനായി ഞങ്ങൾ ആദ്യം തന്നെ നന്ദി പറയുന്നു. ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. പാസ്റ്റർ TD ബാബു എന്ന ദേവദാസിനെ വിശ്വാസഗോളത്തിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എങ്കിലും പിന്നിട്ട് വഴികൾ എന്ന ഈ പ്രോഗ്രാമിൽ ദേവദാസൻ ഒന്ന് പരിചയപ്പെടുത്തിയാൽ ഇത് വളരെ അനുഗ്രഹമായിരിക്കും. പ്രൈസ് ലോർഡ്. ഞാൻ കർത്തൃ ശുശ്രൂഷയിലായിട്ട് സഭാ ശുശ്രൂഷയിലായിട്ട് 40 വർഷം കഴിഞ്ഞു. 41ാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ചുരുക്കമായി പറഞ്ഞാൽ എൻ്റെ ജനനവും 17 വയസ്സ് വരെയുള്ള വളർച്ചയും കണ്ണൂർ ജില്ലയിലാണ്. ഇരിട്ടിക്കടുത്തുള്ള കോളിത്തട്ട് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലായി ആണ് എൻ്റെ ബാല്യകാലമൊക്കെ, എൻ്റെ യൗവനവും. 17ാമത്തെ വയസ്സിൽ സുവിശേഷ വേലയ്ക്കുള്ള വിളിയുണ്ടായി. കർത്താവിൻ്റെ വേലയ്ക്കായി സമർപ്പിച്ചു. ആ പ്രായത്തിൽ തന്നെ ഞാൻ ആലപ്പുഴ ജില്ലയിലുള്ള കരുവാറ്റ ബേദലഹേം ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ സെൻറ്ററിൽ ദൈവവചനം പഠിക്കുവാനായിട്ട് കടന്നു വന്നു. 2 വർഷം ദൈവവചനം അവിടെ പഠിച്ചു. ആ സമയങ്ങളിൽ പൊതുവെ ഒരു വിദ്യാർത്ഥി എന്നതിലുപരി പല സഭകളിലും അധ്യാപകർ എന്നെ സഭായോഗങ്ങളിൽ ശുശ്രൂഷയ്ക്കായിട്ട് അയക്കുമായിരുന്നു. പഠനശേഷം എൻ്റെ 20ാമത്തെ വയസ്സിൽ ഞാൻ പുനലൂർ സെൻറ്ററിൽ സഭാ ശുശ്രൂഷയിൽ പ്രവേശിക്കുകയാണ് ചെയ്തത്. അന്നു മുതൽ ഇന്നു വരെ ഒരു ഇടയ ശുശ്രൂഷയാണ് ഞാൻ ചെയ്തു വരുന്നത്. ഞാൻ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചത് ആദ്യ സഭയുടെ ശുശ്രൂഷകനായിരുന്ന കാലത്ത് തന്നെയാണ്. എനിക്ക് 2 ആൺമക്കൾ. അവർ 2 പേരും കുടുംബസ്ഥരാണ്. അവർക്ക് തലമുറകളും ഉണ്ട്. ഇതാണ് എന്നെ സംബന്ധിക്കുന്ന ഏറ്റവും ചുരുങ്ങിയ ഒരു പരിചയപ്പെടുത്തൽ എന്ന് പറയുന്നത്. ഒപ്പം ഒരു കാര്യം കൂടെ, കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ സ്വന്തമായിട്ട് പ്രാർത്ഥിച്ചാരംഭിച്ച ഒരു പുതിയ സഭയുടെ പ്രവർത്തനത്തിലാണ് ഞാൻ ഏർപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 41 വർഷമായി ദൈവത്തിലുള്ള ബന്ധത്തിലായിരിക്കുന്നല്ലോ. ഈ 41 വർഷത്തിനിടയിൽ ശുശ്രൂഷകന്മാരിലും അതുപോലെ ശുശ്രൂഷ രീതികളിലും ഉണ്ടായ വ്യത്യാസങ്ങൾ, മാറ്റങ്ങൾ എന്താണ് പാസ്റ്ററിന് തോന്നുന്നത്? ശുശ്രൂഷയിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്ന് പറയുന്നത്, അത് ഞാൻ മറ്റൊരാളെ ചൂണ്ടി അല്ലെങ്കിൽ മറ്റൊരു ശുശ്രൂഷകനെ ചൂണ്ടി പറയാതെ എന്നിലുണ്ടായ മാറ്റം തന്നെ ഞാൻ പറയാം. അത് തന്നെ ഒരു പരിധിവരെ മറ്റുള്ളവരിലും കാണാൻ കഴിയുന്ന മാറ്റമാണ്. എനിക്ക് തോന്നുന്നു ചെറുപ്പകാലത്ത് ശുശ്രൂഷയുടെ ആ ചെറുപ്പ സമയത്ത് ഞാൻ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ വായനയ്ക്ക് മുൻതൂക്കം നൽകുന്നത് കുറേ പ്രായമായ ശേഷമാണ്. വായിക്കുമായിരുന്നു, പക്ഷേ വായന ശുശ്രൂഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് എന്ന് ബോധ്യപ്പെട്ട് ഒരു തീവ്രമായ വായനാ രീതി ഞാൻ അവലംബിച്ചത്
എൻ്റെ യൗവനത്തിലെ ശുശ്രൂഷ കാലത്തല്ല. എന്നെ ആ വായനയിലേക്ക് വഴി തെളിച്ചത് പൗലോസിൻ്റെ വാക്കുകളാണ്. കാരണം പൗലോസ് തീമോഥെയോസിനോട് പറയുന്നുണ്ട്, വായന, പ്രബോധനം എന്നിവയിൽ ഉറ്റിരിക്കുക. അപ്പോൾ വെളിപ്പാടുകളുടെ ആധിക്യമുള്ള ഒരു മനുഷ്യൻ, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ, സഭകൾ സ്ഥാപിക്കുന്ന ഒരു മനുഷ്യൻ, സകല സഭകളെക്കുറിച്ചും ചിന്താഭാരമുള്ള മനുഷ്യൻ, തിരക്കുള്ള മനുഷ്യൻ. പൗലോസിനെ കുറിച്ച് നമ്മൾ അങ്ങനെയാണ് പഠിക്കുന്നത്. പക്ഷെ അദ്ദേഹം തൻ്റെ ശിഷ്യനോട് പറയുകയാണ്, വായിക്കണം, പ്രബോധിപ്പിക്കണം. കാരണം വായനയും പ്രബോധനവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് ആത്മീയ ഗോളത്തോട് പറഞ്ഞ ആൾ പൗലോസാണ്. വായന, പ്രബോധനം എന്നിവയിൽ ഉറ്റിരിക്കുക. അതിൻ്റെ കാരണം വായിക്കുന്നവരുടെ വായിലെ വാക്കുകളുണ്ടാവും. അവരുടെ ഉള്ളിൽ അക്ഷരങ്ങളുടെ സമ്പത്തുണ്ടാവും. അവർക്കൊരിക്കലും ആശയദാരിദ്ര്യം അനുഭവപ്പെടത്തില്ല. അപ്പോൾ വായിക്കുന്ന കാര്യം പ്രബോധിപ്പിക്കണമെന്നുകൂടെ പൗലോസ് പറയും. അപ്പോൾ വായിക്കുന്നതാണ് നമ്മൾ പ്രബോധിപ്പിക്കേണ്ടത്. അത് ബൈബിളും ബൈബിളേതര പുസ്തകങ്ങളും വായിക്കുന്ന കാര്യത്തിൽ എല്ലാ കർത്തൃദാസന്മാരും ശുഷ്കാന്തി കാണിക്കണമെന്ന് തന്നെയാണ് ആ കാര്യത്തിൽ എൻ്റെ അഭിപ്രായം. അത് മുൻകാലങ്ങളെക്കാൾ പലരിലും ഞാൻ കാണുന്ന ഒരു മാറ്റം തന്നെയാണ്. കാരണം നമ്മുടെ ഭാഷകൾ മാറിയിട്ടുണ്ട് പലരുടെയും. പക്ഷെ ഇപ്പോഴും പലരും പ്രസംഗ ഭാഷയിൽ ഒരുപാട് പുറകിലാണെന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ അത് എന്നിലുണ്ടായ ഒരു, അല്ലെങ്കിൽ ഞാൻ ഇന്നും മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മേഖല അത് തന്നെയാണ്. ഇപ്രാവശ്യത്തെ എൻ്റെ യാത്രയിലും കേരള പെന്തക്കോസ്ത് ചരിത്രം എന്ന പുസ്തകവും കൊണ്ടാണ് ഞാൻ വന്നത്. അത് തൂക്കി നോക്കിയാൽ ഒരു 1.5 കിലോ കാണുന്നത്. അപ്പോൾ വായിക്കണം. കേരള പെന്തക്കോസ്ത് ചരിത്രം എന്ന പുസ്തകം സാജു സാർ എഴുതിയ പുസ്തകം. അതാണ് ഒരു മാറ്റം. മറ്റൊന്ന്, എനിക്കുണ്ടായ മാറ്റം ഞാൻ പറഞ്ഞല്ലോ, അതാ ഞാൻ പറയുന്നത്. ഞാൻ ഒറ്റയ്ക്കാണ് ഡ്രൈവ് ചെയ്യാറുള്ളത്, യാത്ര ചെയ്യാറുള്ളത്. ഞാനൊരു മീറ്റിങ്ങിന് പോവുകയാണെങ്കിൽ ആ മീറ്റിംഗ് സ്ഥലത്തെത്തുന്നത് വരെ വാഹനത്തിലിരുന്നു കൊണ്ട് പ്രസംഗിക്കും. അവിടെ എന്താണോ ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന സബ്ജക്റ്റ്, ആ സബ്ജക്റ്റ് ഞാൻ പ്രസംഗിക്കും. ഞാൻ ബൈബിൾ സ്കൂളിൽ പത്തനാപുരത്ത് TG ഹ്യൂമൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജിയിൽ പഠിപ്പിച്ചിരുന്ന കാലത്ത് ഞാൻ വിദ്യാർത്ഥികളോടും പറയുന്നൊരു കാര്യമായിരുന്നു, നമ്മുടെ ജീവിതത്തിലെ ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്തി കളയരുത്. അപ്പം ഞാൻ വായനയും പ്രബോധനവും ഇന്നും ഒന്നിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന കൂട്ടത്തിലാണ്. അതിനും എനിക്ക് പ്രചോദനമായത് പൗലോസാണ്. കാരണം പൗലോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, വചനം പ്രസംഗിക്കുക. അപ്പം വചനം വായിക്കാനും ധ്യാനിക്കാനും മാത്രമുള്ളതല്ല, അത് പ്രസംഗിക്കാനുള്ളതാണ്. അപ്പം വായിക്കണം, പ്രബോധിപ്പിക്കണം, പ്രസംഗിക്കണം. ഈ 3 പ്രബോധനങ്ങൾ പൗലോസിൽ നിന്ന് ഉൾക്കൊണ്ടാണ് ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒരു പരിധിവരെ അതിൽ വിജയിച്ചു എന്ന് തന്നെയാണ് എനിക്ക് അഭിപ്രായം. കാരണം ആ മാറ്റങ്ങൾ എല്ലാ ശുശ്രൂഷകന്മാരുടെ ജീവിതശൈലിയിലും കൊണ്ടുവരണമെന്ന് തന്നെയാണ് എനിക്ക് ശുശ്രൂഷ മണ്ഡലത്തിൽ നിൽക്കുന്നവരോടും പറയുവാനായിട്ട് ഉള്ളത്. തീർച്ചയായും പാസ്റ്റർ, വായന എന്ന് പറയുന്നത് ഈ കാലങ്ങളിൽ വളരെ കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ വർദ്ധിച്ചു വരുമ്പോൾ അധികവും കാണുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ യുവതലമുറകളിലൊക്കെ കാണുന്നത്. അപ്പോൾ വായനയുടെ അതിൻ്റെ ഇമ്പോർട്ടൻസ് പാസ്റ്റർ പറഞ്ഞത് വളരെ അർത്ഥവത്തായുള്ള കാര്യം തന്നെയാണ്. പാസ്റ്റർ, ഒരു സഭാ ശുശ്രൂഷൻ എന്ന നിലയിൽ പാസ്റ്റർ നേരിട്ട ചില വെല്ലുവിളികൾ ഒന്ന് പങ്കുവയ്ക്കാമോ? സഭാ ശുശ്രൂഷകൻ എന്ന നിലയിൽ വെല്ലുവിളികൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. എന്നാൽ എൻ്റെ പ്രായം അന്ന് എനിക്കൊരു വെല്ലുവിളിയായിരുന്നു. കാരണം ഞാൻ
ആദ്യം ഇരുന്ന സഭയിലെ സെക്രട്ടറിക്ക് 71 വയസ്സ് പ്രായമുണ്ട്. വിശ്വാസികളിൽ പലരും നല്ല പ്രായമുള്ളവരാണ്. അപ്പം അവരുടെ ഒരു കൊച്ചുമക്കളുടെ പ്രായമേ എനിക്കുള്ളൂ. ആ പ്രായത്തിലെ അന്തരം എനിക്കൊരു വെല്ലുവിളി തന്നെയായിരുന്നു. കാരണം ഞാൻ ഇവിടെ വിജയിക്കുമോ, ഞാൻ ആദ്യകാലങ്ങളിൽ ഞാൻ പറഞ്ഞാൽ ഇവർ കേൾക്കുമോ എന്നൊക്കെയുള്ള, കാരണം എനിക്ക് മുൻ ശുശ്രൂഷ പരിചയമില്ല. മുൻപ് ഞാനൊരു സഭയിൽ ശുശ്രൂഷിച്ചിട്ടില്ല. മുൻപ് ആരോടുമൊപ്പം ഒരു സഹശുശ്രൂഷകനായി ഇരുന്നിട്ടില്ല. നേരിട്ടുള്ള അപ്പോയിൻമെൻറ്റോടുകൂടെ ഞാൻ ഈ സഭയിലേക്ക് വരികയാണ്. അപ്പോൾ എനിക്കതൊരു വെല്ലുവിളി തന്നെയായിരുന്നു. മറ്റൊന്ന്, ശരിക്കും എനിക്കറിയാം ശുശ്രൂഷയിലെ വെല്ലുവിളി എന്ന് പറയുന്നത് മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഞാൻ അതിലേക്ക് വരാം. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പ്രിൻസിപ്പാൾ തന്നെയായിരുന്നു ആ പുനലൂർ സെൻറ്ററിൻ്റെ ശുശ്രൂഷകൻ. അദ്ദേഹം സ്ഥാപിച്ച സഭയായത്, ഞാൻ ഇരിക്കുന്ന സഭ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഈ സഭയിൽ ആരാധനയ്ക്ക് വരും. അദ്ദേഹം ഭയങ്കര ഒരു വാഗ്മിയാണ്, കടുത്ത വായനാശീലമുള്ള ഒരു മനുഷ്യൻ. അളന്നു കുറിച്ച വാക്കുകളെ പറയൂ, കൃത്യതയുള്ള ആശയങ്ങളെ പറയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു സന്ദേശത്തിനകത്ത് കതിരു മാത്രമേ ഉള്ളൂ, പതിരേയില്ല. അത്രയ്ക്കും ഭംഗിയാണ്. അപ്പം അങ്ങനെ ഒരാളാണ് ഞാൻ സഭായോഗം നടത്തുമ്പോൾ എൻ്റെ പുറകിൽ ചെയറിലിരിക്കുന്നത്. അതെനിക്കൊരു ഭയങ്കര വെല്ലുവിളിയായിരുന്നു. അപ്പം നമ്മളാകപ്പാടെ നമുക്ക് നമ്മളിൽ തന്നെ ആത്മവിശ്വാസം കുറയുന്നത് പോലെ തോന്നും. കാരണം നമ്മളെക്കാൾ ഒരുപാട് ഉയരങ്ങളിൽ നിൽക്കുന്ന ഒരാളിൻ്റെ മുൻപിൽ ഒരു ശുശ്രൂഷാ പരിചയവുമില്ലാത്ത ഞാൻ ശുശ്രൂഷിക്കുന്നു. അന്ന് ഞാനൊരു അവിവേകം കാണിച്ചതും കൂടെ ഇതിനോട് ചേർത്ത് പറയാം. കാരണം പ്രസംഗിച്ചു, സങ്കീർത്തനത്തിൽ നിന്ന് ഞാൻ പ്രസംഗിച്ചു. അന്നത്തെ മെസ്സേജ് പ്രിൻസിപ്പൽ സാറ് തന്നെയായിരുന്നു, പാസ്റ്റർ PC സാമുവലായിരുന്നു ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ. തിരുവത്താഴം ഞാൻ നടത്തി. തിരുവത്താഴം നടത്തിയതൊക്കെ തലേന്ന് ഗ്ലാസും പ്ലേറ്റും ഒക്കെ, സ്റ്റീൽ പ്ലേറ്റും ഒക്കെ വെച്ച് റിഹേഴ്സൽ ചെയ്തിട്ടാ. കാരണം തിരുവത്താഴം നടത്തി നമുക്ക് പരിചയമില്ലല്ലോ. എന്നിട്ട് ഞാൻ തന്നെ ഗ്ലാസും കൊണ്ട് ഹോളിനകത്തൂടെ, ആരും ഇല്ല ഹോളിനകത്ത്, ഇങ്ങനെ കൊണ്ടുവന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കത് ഭംഗിയായിട്ട് ചെയ്യണം. എൻ്റെ സാറെന്ന് പറയുന്നത് പെർഫെക്ഷൻ പ്രതീക്ഷിക്കുന്ന ആളായിരുന്നു. അപ്പം ഞാൻ കാണിച്ച അവിവേകം എന്ന് പറയുന്നത്, ശരിക്കും അന്നത്തെ സഭായോഗം ആശീർവാദം പറയാൻ എന്തുകൊണ്ടും അദ്ദേഹത്തിനാണ് അവകാശം. ഒന്ന്, സെൻട്രൽ പാസ്റ്ററാണ്. രണ്ട്, എന്നെ ആ സഭയുടെ ശുശ്രൂഷകനായി കൊണ്ടുവന്ന് നിയമിച്ച ആളാണ്. എൻ്റെ അധ്യാപകനാണ്. എത്രയോ സീനിയറാണ്. ഞാൻ തുടക്കക്കാരനാണ്. അപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയാനാ ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിക്കണമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ഒപ്പം ആശീർവാദവും പറഞ്ഞു. അതെൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ കാണിച്ച സഭാ ശുശ്രൂഷയിൽ ഞാൻ കാണിച്ച അവിവേകം എന്ന് പറഞ്ഞാണ് ഞാൻ എന്നെ തന്നെ ആ കാര്യത്തിൽ വിമർശിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു ഓർമ്മയും അതോടൊപ്പം എൻ്റെ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയം അതാണ്. അല്ലെങ്കിൽ ആ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഭംഗി അവിടെയാണ്. ഒരിക്കലും അത് പറഞ്ഞില്ല. പക്ഷെ ഇത് കഴിഞ്ഞപ്പോൾ, അന്ന് ഞാൻ അവിവാഹിതനാണ്, ബാച്ചിലറാണ്, അന്ന് എനിക്ക് കുറ്റബോധമുണ്ടായി. അതാണ് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പറഞ്ഞു വരുമ്പോൾ, വെല്ലുവിളി പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ആ ഭാഗം, അതെ, ഞാൻ ഒരു വേദികളിലും പറഞ്ഞിട്ടില്ലാത്ത ഒന്നാണ്. എന്നാൽ സാങ്കുട്ടി ചാക്കോയുടെ നേതൃത്വത്തിലുള്ള ഹല്ലേലൂയ മാസികയിൽ എൻ്റെ ഫോട്ടോ സഹിതം വന്ന ഒരു വാർത്തയാണ്. അത് എൻ്റെ സഭാ ശുശ്രൂഷയിൽ ഞാൻ നേരിട്ട ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ്. ഞങ്ങളൊരു മുറ്റത്ത് കൺവെൻഷൻ നടത്തുകയാണ്.
ഒരു മർത്തോമ വീടിൻ്റെ മുറ്റത്ത് പ്രാർത്ഥിച്ചു. പാട്ട് തുടങ്ങി. ആളുകൾ ധാരാളം വന്നിട്ടുണ്ട്. അയൽക്കാരെയൊക്കെ ഞങ്ങൾ വിളിച്ചിരുന്നു. വേദിയിൽ 3-4 കസേരകൾ ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് ഒരു ജീപ്പ് നിറച്ചാളുകൾ ഈ വീടിന്റെ മുമ്പിൽ വന്ന് നിന്നു. വണ്ടിയിൽ നിന്ന് അവരുടെ പള്ളിയിലെ അച്ഛൻ ഇറങ്ങി നേരെ വന്ന് സ്റ്റേജിൽ എൻ്റെ അടുത്ത് കാലിയായി കിടന്ന കസേരയിൽ വന്നിരുന്നു. ശരിക്കും പറഞ്ഞാൽ അന്നേരത്തേനും നമ്മുടെ പകുതി ജീവൻ പോയി. എന്താണ് കുറെ ആളുകളിൽ നിൽക്കുന്ന കണ്ടപ്പോൾ അവരെന്തിനോ വന്നതുപോലെയുള്ള ഒരു ഭാവമാണ് അവരുടെയൊക്കെ മുഖത്തുള്ളത്. അച്ഛൻ വന്നിരുന്ന പാടെ എന്നോട് പറഞ്ഞു, ഞാനാണ് ഇന്ന് പ്രസംഗിക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പോഴേ നമുക്ക് മനസ്സിലായി എന്തോ പ്രതിസന്ധി ഉണ്ടാകാൻ പോവാണ്. എൻ്റെ വൈഫും വേറെ 2 സഹോദരിമാരും കൂടെ ഈ അന്തരീക്ഷം മോശമാണ് എന്ന് കണ്ടപ്പോൾ വീടിൻ്റെ പുറകുവശത്തേക്ക് പോയി പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് പച്ച മണ്ണിനകത്ത് മുട്ടുകുത്തി അവർ നിലവിളിച്ച് അവർ പ്രാർത്ഥിക്കുന്ന സൗണ്ട് ഈ മുറ്റത്തിരിക്കുന്ന ഞങ്ങൾക്ക് കേൾക്കാം, എനിക്കും കേൾക്കാം. കരഞ്ഞ് പ്രാർത്ഥിക്കുക. കാരണം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. എന്തും ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന കുറച്ചാളുകളാണ് ഈ ജീപ്പിൽ വന്നിരിക്കുന്ന അച്ഛൻ്റെ കൂടെ. വാസ്തവത്തിൽ ഞാൻ പ്രസംഗിക്കും എന്ന് പറയാം. അന്നേരം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛോ, ഈ വീട്ടുകാർ ആവശ്യപ്പെട്ടിട്ടാണ് ഇങ്ങനൊരു മീറ്റിംഗ്, ഇതെൻ്റെ ഇടവകയിലെ കുടുംബമാണ്. അപ്പം പിന്നെ നമുക്കവിടെ പിന്നെ വോയിസ് ഇല്ല. ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് കാണും, ഇരുന്ന കസേരയിൽ നിന്ന് അച്ഛൻ കുഴഞ്ഞു വീണു ആ സ്റ്റേജിൽ. പെട്ടെന്ന് അദ്ദേഹത്തെ എടുത്ത് ഈ ജീപ്പിൽ തന്നെ കൊണ്ടുപോയി അഞ്ചൽ മിഷൻ ഹോസ്പിറ്റലാണ് കൊണ്ടുവന്നത്. അവിടെ എടുത്തില്ല. ആ രാത്രി തന്നെ തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ സെന്ററിൽ കൊണ്ടുവന്നു. അദ്ദേഹം ഒരു സൈഡ് തളർന്നുപോയി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു പോയി. 9 ദിവസം കഴിഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ സംസാരശേഷി തിരിച്ചു കിട്ടിയത്. ആ പള്ളിയിൽ ഈ വിഷയം സംബന്ധിച്ച് 2 ഗ്രൂപ്പായി. അദ്ദേഹം പിന്നീട് ഒരു പള്ളിയിലും വികാരിയായി ഇരുന്നിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവ്. അപ്പം എൻ്റെ ശുശ്രൂഷയിൽ മറക്കാൻ കഴിയാത്ത ഒരനുഭവം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അല്ലാതെ സഭാ സംബന്ധമായി ഉണ്ടായിട്ടുള്ള ഒരുപാട് നൊമ്പരങ്ങളും വേദനകളും ഉണ്ട്. അതൊക്കെ മറക്കാവുന്നതാണ്, അല്ലെങ്കിൽ മറന്നവയാണ്, ഓർക്കാൻ നമ്മൾ ആഗ്രഹിക്കാത്തവയാണ്. പക്ഷെ ഇത് നമുക്ക് ഇനിയും മറക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അന്ന് എനിക്ക് 34 വയസ്സേ ഉള്ളൂ. ഈ സംഭവം നടക്കുമ്പോൾ 34-35 വയസ്സേ ഉള്ളൂ. ഈ സംഭവം ഹല്ലേലൂയ മാസികയിലെ എൻ്റെ ഫോട്ടോ സഹിതം, അത് ഹെഡിങ് ഇതായിരുന്നു, പാസ്റ്ററെ എതിർക്കാൻ വന്ന വൈദികൻ കുഴഞ്ഞു വീണു എന്നായിരുന്നു. ഞാൻ സാങ്കുട്ടിച്ചാക്കയെ ഒന്ന് വിളിക്കുന്നുണ്ട്, അതിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ നമുക്കൊന്ന് സൂക്ഷിക്കാൻ വേണ്ടി. ഒന്നിനും വേണ്ടിയല്ല, ഞാൻ ഒരു വേദികളിലും ഇത് പറഞ്ഞിട്ടില്ല. വെല്ലുവിളികളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് ആ നാട്ടിൽ ഒരു പക്ഷേ കൂടുതലൊക്കെ ഉണ്ടാക്കിയ ഒരു സംഭവം തന്നെ ആയിരുന്നിരിക്കും അല്ലേ? തീർച്ചയായിട്ടും അതൊരു വലിയ കൂടുതലൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ, ആ സംഭവത്തിന് ശേഷം വേറൊരു മർത്തോമ പള്ളി നമ്മുടെ സഭാഹോളിനടുത്തുണ്ടായിരുന്നു. അവിടുത്തെ ട്രസ്റ്റി വരെ സ്നാനപ്പെട്ടു. ആ മർത്തോമ പള്ളിയിലെ ട്രസ്റ്റി വരെ സ്നാനപ്പെട്ട് ഈ സഭയോട് ചേർന്നു. അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എന്തായാലും ഈ ഇന്റർവ്യൂവില്, ഈ പിന്നിട്ട വഴികളിൽ നിങ്ങൾ എൻ്റെ ആ വലിയ ഓർമ്മകളിലേക്ക് എന്നെ കൊണ്ടുപോയതിൽ ഒരു പ്രത്യേക നന്ദിയുണ്ട്. തീർച്ചയായും ഞങ്ങൾ ഈ പ്രോഗ്രാം കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ദേവദാസന്മാരെ നമുക്ക് ലഭിക്കുമ്പോൾ പിന്നിട്ട വഴികൾ നിങ്ങൾക്ക് ഒത്തിരി പറയാനും ചിന്തിക്കാനും ഒക്കെ ഉണ്ടാവും. അത് ഞങ്ങൾക്കും വളരെ പ്രചോദനമാണ്. പാസ്റ്ററുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിരാശകൾ അല്ലെങ്കിൽ വേദനകൾ ഒക്കെ പാസ്റ്ററിനെ ശുശ്രൂഷയിൽ ബാധിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എണ്ണം കുറച്ചേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. 2 അനുഭവം പറയാം. നിരാശ എന്ന് പറഞ്ഞാൽ കടുത്ത നിരാശയുണ്ടായ 2 അനുഭവം. ഒന്ന്, ഞാൻ സെൻറ്റർ പറയുന്നില്ല, കേരളത്തിലെ ഒരു
സെന്ററിലെ സെൻട്രൽ കൺവെൻഷന് എൻ്റെ പേര് വെച്ച് നോട്ടീസ് അടിച്ചു. സെൻട്രൽ കൺവെൻഷൻ്റെ തലയാഴ്ചയിൽ ആ നോട്ടീസ് എനിക്ക് വന്നു. സെൻട്രൽ കൺവെൻഷൻ്റെ തലയാഴ്ചയിൽ സെൻറ്ററിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, ചില സാങ്കേതിക കാരണങ്ങളാൽ പാസ്റ്റർക്ക് ഇപ്രാവശ്യം ഈ സെൻട്രൽ കൺവെൻഷനിൽ ശുശ്രൂഷിക്കാൻ അവസരമില്ല. എന്താണെന്നൊന്നും ഞാൻ ചോദിച്ചില്ല. എന്താ കാരണമെന്നറിയാവോ? കാരണം ഞാൻ പറയാം. ആ സെന്ററിൽ പെടുന്ന ഒരു കുടുംബത്തിലെ ഒരാൾ ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ വന്ന് സ്നാനപ്പെട്ടു. അദ്ദേഹം നമ്മുടെ അടുത്ത് വരണമെങ്കിൽ 4 മണിക്കൂർ യാത്ര ചെയ്യണം ആ ജില്ലയിൽ നിന്ന്. അപ്പം ഞാൻ ജില്ല പറയുന്നില്ല. ഞാൻ അന്ന് താമസിക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. അപ്പം എറണാകുളം ജില്ലയിൽ നിന്ന് 4 മണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന ജില്ല ഏതാണെന്ന് ഊഹിക്കാനേ പറ്റൂ. ഞാൻ ജില്ല പറയുന്നില്ല, കാരണം അതൊരു അവഹേളനമായി മാറിയേക്കാം എന്നുള്ളതുകൊണ്ട്. അത് അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. കടുത്ത നിരാശ എനിക്കുണ്ടായി. എന്നിട്ട് അതല്ല രസം, ആ അവരടിച്ച 3000 നോട്ടീസ് കത്തിച്ചു കളഞ്ഞു. എന്നിട്ട് ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനത്തിലെ മറ്റൊരാളിൻ്റെ പേര് വെച്ച് പുതിയ നോട്ടീസ് അവരടിച്ച് സെൻട്രൽ കൺവെൻഷൻ നടത്തി. അതെൻ്റെ ശുശ്രൂഷയിൽ എന്നെ നിരാശയിൽ തകർത്ത് കളഞ്ഞ ഒരനുഭവമാണ്. ഒന്നുകൂടെ പറയാം. അത് മറ്റൊരു സെന്ററാണ്. എൻ്റെ ഫോട്ടോ വെച്ച്, ഈ അടുത്ത കാലത്താണല്ലോ ഈ ഫോട്ടോ വെച്ച് നോട്ടീസ് അടിക്കാൻ തുടങ്ങിയത്, ഒരുപാട് വർഷങ്ങളായില്ല. എൻ്റെ ഫോട്ടോ വെച്ച് നോട്ടീസ് അടിച്ചു, ഫ്ലക്സ് അടിച്ച്, നോട്ടീസ് എല്ലാം ഒട്ടിച്ചു പലയിടത്തും. സെൻട്രൽ കൺവെൻഷൻ്റെ തലയാഴ്ചയിൽ ഇതുപോലെ തന്നെ സെൻട്രൽ ശുശ്രൂഷകൻ എന്നെ വിളിച്ചു പറയുകയാണ്, ചിലര് എതിർപ്പ് അറിയിച്ചു പാസ്റ്റർ പ്രസംഗിക്കുന്നതിനെതിരെ, അതുകൊണ്ട് ദയവ് ചെയ്ത് പാസ്റ്റർ ഇപ്രാവശ്യം മാറി നിൽക്കും. എന്താണെന്ന് ഞാൻ തിരിച്ചു ചോദിച്ചില്ല. എനിക്ക് അതിൽ കൂടുതൽ ഈ ഇന്റർവ്യൂവിൽ വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ സമനില തെറ്റിപ്പോകുമോ എന്ന് ഞാൻ ചിന്തിച്ച ഒരു രാത്രി. അങ്ങനെ അവർ പറഞ്ഞതിൻ്റെ പിൻപിൽ മറ്റൊരു കാരണമാണുള്ളത്. അതിൽ ഞാൻ ഉത്തരവാദിയല്ല, കുറ്റക്കാരനുമല്ല, ഞാൻ നിരപരാധിയാണ്. പക്ഷെ ഒന്നോർത്ത് നോക്കണം, ഇപ്പം നിരാശ ആണ്, എന്തോ ശുശ്രൂഷയിലുണ്ടായ നിരാശയുടെ കാര്യം പറഞ്ഞു. പക്ഷെ അതേ സെൻറ്ററിൽ തന്നെ ഞാൻ മാറി മാറി പല പ്രാവശ്യം ശുശ്രൂഷിച്ചു. പിന്നീട് പക്ഷെ അത് ആ 2 അനുഭവങ്ങൾ നിമിത്തമുണ്ടായ നിരാശ അതികഠിനമായിരുന്നു. അപ്പോൾ ഞാൻ എന്നെ ശ്രദ്ധിക്കുന്ന കർത്തൃദാസന്മാരോട് ഞാൻ പറയുകയാണ്, നമ്മളെ ചേർത്ത് പിടിക്കുമെന്നും നമ്മളെ കരുതുമെന്നും നമ്മളെ പ്രോത്സാഹിപ്പിക്കുമെന്നും നാം കരുതുന്ന മേഖലകളിൽ നിന്ന് ചിലപ്പോൾ അതൊന്നും ലഭിച്ചില്ലെന്ന് വരാം. പക്ഷേ നമ്മളെ ചേർത്ത് പിടിക്കാൻ ഒരു കർത്താവ് ഉണ്ടെന്നുള്ള ഉറപ്പകത്തുണ്ടെങ്കിൽ ഒന്നുകൊണ്ടും പതറേണ്ട കാര്യമില്ല. അപ്പം അതിനകത്തൊരു സംഭവിച്ചൊരു കാര്യം കൂടെ പറയാം, ദൈവത്തിൻ്റെ നീതി. അന്ന് രാത്രി പാസ്റ്റർ മാറി നിൽക്കണം എന്ന് പറഞ്ഞ രാത്രി ഒമാൻ പെന്തക്കോസ്റ്റൽ അസംബ്ലിയിലെ സെക്രട്ടറി എന്നെ വിളിക്കുന്നു, ഒമാനിൽ നിന്ന്. ഇതൊന്നും അറിയാതെയാണേ പാസ്റ്റർ ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ വാർഷിക കൺവെൻഷന് പാസ്റ്ററെയാണ് ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് തീരുമാനിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞു. ആട്ടച്ച എന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ കരഞ്ഞുകൊണ്ടാണ് പിന്നീട് ഞാൻ പറഞ്ഞത്, അച്ഛാ ഞാൻ വരാം, ഡേറ്റ് പറഞ്ഞാൽ മതി, പാസ്റ്റർ ഒരു ഫോട്ടോയും അയച്ചു തരണം കേട്ടോ. ഓക്കെ, പിന്നീട് ഞാൻ പാസ്റ്ററെ വിളിച്ചോളാം, ഞാൻ ഡേറ്റ് കൊടുക്കുക. അന്ന് രാത്രി. അപ്പം നിരാശകൾ, ഞാൻ കേൾക്കുന്നവരോട് പറയുകയാണ്, നിരാശകൾ നമ്മളെ മനസ്സുകൊണ്ട് തളർത്തും, അത് നമ്മുടെ ഹൃദയത്തെ തകർക്കും. പക്ഷെ അപ്പോഴും ശുശ്രൂഷയ്ക്ക് വിളിച്ചത് കർത്താവാണ് എന്നുള്ള ഉറപ്പും ഉത്തമ ബോധ്യവും അകത്തുണ്ടെങ്കിൽ നമ്മൾ സിയോൻ പർവ്വതം പോലെ
ഉറച്ചു നിൽക്കും, ഒരു സംശയമില്ല. വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പാസ്റ്റർ പറഞ്ഞത്. പാസ്റ്ററിന്റെ വേദനിപ്പിക്കുന്ന ഓർമ്മകളിലേക്ക് തിരിച്ചു കൊണ്ടുപോയതിന് ക്ഷമ ചോദിക്കുന്നു. എങ്കിൽ തന്നെയും ഇത് കേൾക്കുന്നവർക്കും പാസ്റ്റർ പറഞ്ഞ പോലെ ആര് തള്ളിക്കളഞ്ഞാലും ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തിലുള്ള ഉറപ്പ് നമുക്ക് വേണ്ടതാണ് നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിൽ എന്നുള്ളത് കേൾക്കുന്നവർക്കും ഒരു ധൈര്യമാണ്. ദൈവനാമത്തിന് നന്ദി പറഞ്ഞു ഈ അനുഭവം പങ്കുവെച്ചതിന്. പാസ്റ്ററുടെ ശുശ്രൂഷ ജീവിതത്തിൽ പാസ്റ്ററെ സ്വാധീനിച്ച തീർച്ചയായിട്ടും ഉണ്ട്. എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ച വ്യക്തി എന്ന് പറയുമ്പോൾ എൻ്റെ 17-ാമത്തെ വയസ്സിലാണ് ഞാൻ ബൈബിൾ സ്കൂളിലെത്തുന്നത്. അന്ന് ഞങ്ങളുടെ ബൈബിൾ സ്കൂളിലെ സിസ്റ്റം എന്ന് പറയുന്നത് അധ്യാപകരുടെ വസ്ത്രം വിദ്യാർത്ഥികൾ കഴുകണം. എനിക്ക് 17-ാമത്തെ വയസ്സ് വരെ എൻ്റെ സ്വന്തം തുണികൾ കഴുകി എനിക്ക് പരിചയമില്ല. അമ്മയും എൻ്റെ സഹോദരിമാരുമാണ് ആ തുണി കഴുകി തന്നിരുന്നത്. എനിക്ക് തുണി കഴുകാനേ അറിയില്ല. അങ്ങനെയാണ് ഞാൻ ബൈബിൾ സ്കൂളിൽ വന്നപ്പോൾ അറിയുന്നത്, അങ്ങനെയുള്ള ഞാൻ ബൈബിൾ സ്കൂളിൽ വന്നപ്പോൾ അറിയുന്നത് ഡ്യൂട്ടി ഓരോ ദിവസം 2 പേരും 3 പേരും ഡ്യൂട്ടിയുണ്ട്. അപ്പം എൻ്റെ ഡ്യൂട്ടി ദിവസത്തിൽ എനിക്ക് കഴുകേണ്ടി വന്നത് ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന TG ഉമ്മച്ചൻ അപ്പച്ചൻ എന്ന് പറയുന്ന ആളിൻ്റെ ജുബ്ബയാണ്. അദ്ദേഹത്തെ പഴയ ആളുകൾക്കേ അറിയാവൂ. എനിക്ക് തോന്നുന്നു ഒരു വലിയ മനുഷ്യനാണ്. നമ്മൾ അങ്ങനത്തെ അത്രയും ശരീരപ്രകൃതി ഉള്ള ആളുകളെ അധികം കണ്ടിട്ടില്ല. അത്രയ്ക്കും വലിയ മനുഷ്യനാണ്. കോട്ടൺ ജുബ്ബായ, കോട്ടൺ തുണിയുടെ അത് വെള്ളത്തിൽ കൊണ്ടുപോയി കുതിർത്തു, സോപ്പൊക്കെ ഇട്ട് എനിക്കറിയാത്തൊരു കാര്യമാണ്. ഞാൻ ആദ്യമായി തുണി കഴുകുകയാണ്. കഴുകി, പക്ഷേ ചെളി പോയില്ല. കാരണം കോട്ടൺ ജുബ്ബയായതുകൊണ്ട് ഈ കഴുത്തിൽ ഭാഗത്ത് ചെളിയുണ്ട്. ഞാനൊരു പരുവത്തിനൊക്കെ കഴുകി വെള്ളത്തിൽ മുക്കി അയലിടാൻ നിൽക്കുമ്പോൾ മോണിറ്റർ ഈ ജുബ്ബ കണ്ടിട്ട് പറഞ്ഞു, ബാബു ഇത് ചെളി പോയിട്ടില്ല, ഒന്നുകൂടെ ഒന്ന് കഴുകാൻ പറഞ്ഞു. അപ്പോൾ ഒന്ന് കഴുകിയത് തന്നെ പാടുപെട്ടാണ്. 17 വയസ്സേ ഉള്ളൂ. ഇത് എടുത്ത് വെള്ളത്തിൽ മുക്കിയ പൊക്കാൻ പാടാണ്. അത്രയ്ക്കും വെയിറ്റാണ്. അതാണ് അത്രയ്ക്കും വലിപ്പമുള്ള ഒരു മനുഷ്യൻ്റെ ജുബ്ബയാണ്. ഞാൻ രണ്ടാമത് ആ ജുബ്ബ വീണ്ടും വെള്ളത്തിൽ ഇട്ടിട്ട് അലക്കുകല്ലിൻ്റെ അവിടെ നിന്ന് കരയുക. ഒരു കൊച്ചു പയ്യൻ്റെ കരച്ചിലാണത്. കാരണം എനിക്കറിയത്തില്ല, ഞാൻ ഒന്നും ചെയ്ത് വിജയിച്ചില്ലല്ലോ. ഞാൻ മനസ്സിൽ തീരുമാനിച്ചു, ഇന്ന് രാത്രി ബൈബിൾ സ്കൂളിൽ നിന്ന് പോവുക. കാരണം എനിക്കറിയത്തില്ല, എനിക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റുള്ളെങ്കിൽ എനിക്ക് പറ്റിയല്ല. അങ്ങനെ ഞാൻ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എന്നെ ബൈബിൾ സ്കൂളിൽ കൊണ്ടുവന്ന ഒരു അധ്യാപകനാണ് പാസ്റ്റർ CV ജോൺ. ഇന്ന് അദ്ദേഹം നിത്യതയിൽ വിശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് LPCയിലെ പാസ്റ്റർ, ലണ്ടൻ പെന്തക്കോസ്റ്റൽ ചർച്ചിൻ്റെ പാസ്റ്റർ, സീനിയർ പാസ്റ്റർ സാം ജോൺ. അദ്ദേഹത്തിനൊക്കെ അറിയാം ഈ കഥ. അദ്ദേഹം എൻ്റെ അടുത്തോട്ട് വന്നു, എന്നാ ബാബു കരയുന്നു? ഞാൻ പറയും, സാറേ ഞാൻ ഇന്ന് രാത്രി പോവുകയാണ്. നീ എന്തോ ഈ പറയുന്നത്? നിന്നെ ഞാനാ ഇവിടെ കൊണ്ടുവന്നത്, നീ പോയെന്ന് പറഞ്ഞാൽ എനിക്കല്ലേ ക്ഷീണം, എന്താ കാര്യം? ഞാൻ പറയും, ഉമ്മച്ചനപ്പച്ചൻ്റെ ജുബ്ബ ഞാൻ കഴുകുക, പക്ഷേ ഒരു പ്രാവശ്യം കഴുകി ചെളി പോയില്ല, ഒന്നുകൂടെ കഴുകാനാണ് മോണിറ്റർ പറയുന്നത്. എനിക്ക് പറ്റത്തില്ല. കാരണം എനിക്ക് എടുത്തു പൊക്കാൻ പറ്റുന്നത് പോലെക്കാൾ വലുപ്പമാണതിന്. അതുകൊണ്ട് ഞാൻ പോവാന്ന് പറഞ്ഞു. കരഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം എന്നെ ഇങ്ങനെ തൻ്റെ ഇടത് കൈ കൊണ്ട് എന്നെ ഇങ്ങനെ തൻ്റെ നെഞ്ചോട് ഇങ്ങനെ ചേർത്ത് ഞാനൊരു ഇച്ചിരിയേ ഉള്ളൂ, 17 വയസ്സല്ലേ ഉള്ളൂ, ചേർത്ത് പിടിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ബാബു പോകരുത്, നിനക്കൊരു ശുശ്രൂഷയുണ്ട്, നിനക്കൊരു കൃത്യമായ വിളിയുണ്ടെന്ന് എനിക്കും ബോധ്യപ്പെട്ടത് കൊണ്ടാണ് നിന്നെ ഞാൻ ബൈബിൾ സ്കൂളിൽ കൊണ്ടുവന്നത്. നീ പിടിച്ചു നിൽക്ക്, ദൈവം നിന്നെ മാനിക്കും. ആ എന്നെ ചേർത്ത് പിടിച്ചത് CV ജോൺ ആണെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. അത് എന്നെ വിളിച്ച കർത്താവിൻ്റെ കാര്യങ്ങൾ തന്നെയായിരുന്നു. ഒരു പക്ഷേ CV ജോൺ അന്ന് എന്നെ അങ്ങനെ ചേർത്ത് പിടിച്ചില്ലായിരുന്നു എങ്കിൽ, നിനക്കൊരു ശുശ്രൂഷയുണ്ട്, നീ നിൽക്കേ, ദൈവം നിന്നെ മാനിക്കും എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അന്ന് രാത്രിയിലത്തെ ട്രെയിനിന് ഞാൻ കണ്ണൂർക്ക് തിരികെ പോകുമായിരുന്നു. തീർച്ചയായിട്ടും പോകും. പക്ഷെ
എന്നാൽ നമ്മുടെ ചില പ്രതിസന്ധികളിൽ ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ നമ്മളെ ഒരാൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഓർത്തോണം, 100% അത് കർത്താവ് തന്നെയാണ്. കർത്താവ് ചില വ്യക്തികളെ അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ്. അതാണ് എനിക്ക് സ്വാധീനിച്ച ഒരു വ്യക്തി. രണ്ടാമത് എന്നെ സ്വാധീനിച്ച ആൾ ഞാൻ മുമ്പ് പറഞ്ഞ പാസ്റ്റർ PC സാമുവേലാണ്. ഇന്നിവർ രണ്ടുപേരും നിത്യതയിലാണ്. അദ്ദേഹമാണ് എന്നെ പുനലൂരേക്ക് ക്ഷണിക്കുന്നത്. ക്ഷണിക്കാൻ കാരണം ദൈവം ഇടപെട്ടിട്ടാണെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. കാരണം ഞാൻ ബൈബിൾ സ്കൂൾ പഠനം കഴിഞ്ഞ് ഞങ്ങളുടെ സെൻറ്ററിലേക്ക്, അന്ന് കോഴിക്കോട് സെൻറ്ററാണ്, മാസയോഗം നടക്കുന്നു തളിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ശ്രീകണ്ഠാപുരത്ത്. അപ്പോൾ ബൈബിൾ സ്കൂളിൽ പഠിച്ച ഈ കൊച്ചു പയ്യനെ ആരെങ്കിലും കൂടെ നിർത്തുമെന്ന് കരുതിയാണ് ഞാൻ മാസയോഗത്തിന് ചെന്നത്. പഠിത്തം കഴിഞ്ഞ് വന്നതാണല്ലോ. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നത് സെൻട്രൽ പാസ്റ്റർ പൊതുവിൽ പരിചയപ്പെടുത്തും, ഇങ്ങനെ നമ്മുടെ ബാബു വന്നിട്ടുണ്ട്, കോഴിത്തട്ട് സഭയിൽ ബൈബിൾ സ്കൂളിൽ പഠിത്തം കഴിഞ്ഞ് വന്നതാണ്, ഒരു 5 മിനിറ്റ് അദ്ദേഹം സംസാരിക്കും എന്നൊക്കെ പറയുമെന്നൊക്കെ വിചാരിച്ചാൽ പോയത്. ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം എന്നെക്കുറിച്ച് ഒന്നും പറഞ്ഞുമില്ല. മാസയോഗം കഴിഞ്ഞൊരല്പം ഭക്ഷണം കഴിച്ചേച്ച് പെട്ടെന്ന് അവിടുന്ന് പോവുമായിരുന്നു. അതികഠിനമായ മനപ്രയാസത്തോടു കൂടി ഞാൻ മടങ്ങിപ്പോയത്. കാരണം എന്നെ അവരാരും നമ്മളെ അംഗീകരിച്ചില്ല. കാരണം അംഗീകരിക്കാൻ കാഴ്ചയിലും രൂപത്തിലും പ്രകൃതത്തിലും ഒന്നും വെറും ഒരു ഞാഞ്ഞൂല് പോലിരിക്കുന്നൊരു പയ്യൻ, ഒന്ന് മിണ്ടാൻ പോലും പലരും കൂട്ടാക്കിയില്ല. ഞാൻ വീട്ടിൽ ചെന്ന് അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല ഈ പണി, കാരണം ആരും എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയില്ല. അതുകൊണ്ട് മോനെ, വിക്കനായ മോശയോടുകൂടെ ഇരുന്ന ദൈവം നിന്നോടുകൂടെ ഇരിക്കും, പ്രാർത്ഥിക്കാം. ആ ആഴ്ചയിൽ ചർച്ചിൽ ഫാസ്റ്റിംഗ് പ്രെയറാണ്. ഫാസ്റ്റിംഗ് പ്രെയറിൻ്റെ 3-ാമത്തെ ദിവസം പുനലൂർ സെൻട്രൽ ശുശ്രൂഷകൻ PC സാമുവേലിൻ്റെ ലെറ്റർ എനിക്ക് വരികയാണ്. കർത്താവിൽ പ്രിയ ബ്രദർ ബാബു അറിയുന്നതിന്, ബ്രദറിന് താല്പര്യമാണെങ്കിൽ ഞാൻ സ്ഥാപിച്ച ഒരു സഭ പുനലൂരുണ്ട്, 13 കുടുംബങ്ങൾ ആ സഭയിലുണ്ട്, ബ്രദർ വന്ന് ഈ സഭയുടെ ചാർജ് എടുക്കണം. ഞാനതുകൊണ്ടാണ് എനിക്ക് കർത്താവിനെക്കുറിച്ച് പറയുന്ന വേദികളിൽ ചിലപ്പോൾ ഞാൻ ആ പരിധി കവിഞ്ഞ് വികാരാധീനനാകാറുണ്ട്. കാരണം എൻ്റെ അനുഭവങ്ങളെല്ലാം അങ്ങനെയാണ്. ഒരുപാട് ഒറ്റപ്പെടലുകളും അവഗണനകളും അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു കത്തിലൂടെ അദ്ദേഹം എന്നെ ക്ഷണിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിലപ്പോൾ ഓർക്കും. അതുകൊണ്ട് എന്നെ സ്വാധീനിച്ച രണ്ടാമത്തെ വ്യക്തി അതാണ്. അദ്ദേഹത്തെ കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ട് എനിക്ക്. ഇവർ രണ്ടുമാണ് പ്രധാനമായി എൻ്റെ ശുശ്രൂഷയിൽ എന്നെ സ്വാധീനിച്ച 2 വ്യക്തികൾ. അപ്പോൾ ഞാൻ അതിനകത്തൊരു സന്ദേശം പറയുകയാണ്, നമ്മളെ സ്വാധീനിക്കുകയോ നമ്മെ സഹായിക്കുകയോ ചെയ്ത ഒരു വ്യക്തികളെയും അവരുടെ തലമുറകളെ പോലും നമ്മൾ മറക്കരുത്. നമ്മളത് ഓർക്കണം, നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. തീർച്ചയായും മാസ്റ്റർ വളരെ നല്ല ചിന്ത അതെന്ന് പറയാൻ ഇടയായല്ലോ. അതുപോലെ മാസ്റ്റർ പല ക്രിസ്തീയ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. മാസ്റ്റർ അതിൻ്റെ ചില അനുഭവങ്ങൾ പറയാമോ? അതിന് എഴുതാനുണ്ടായ സാഹചര്യങ്ങൾ. അപ്പോൾ തന്നെ ഇപ്പോഴുള്ള ചില ക്രിസ്തീയ ഗാനങ്ങൾ വചനത്തോട് നീതി പുലർത്തുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ പഴയ ഗാനങ്ങളോട് അത്രയുള്ള ആ ഒരു വചനത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നില്ല എന്നുള്ള ചിന്ത പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പാസ്റ്ററിന് അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അതോട് ചേർത്തൊന്ന് പറയാമോ? ഞാൻ വളരെ ചുരുക്കി പറയാം. ഞാൻ ഒരുപാട് ഗാനങ്ങളൊന്നും എഴുതിയിട്ടില്ല, കുറച്ച് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഇപ്പോൾ പ്രചാരത്തിലിരിക്കുന്ന പോപ്പുലറായ ഒരു പാട്ടാണ് എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഗനിക്കുണ്ട് എന്ന പാട്ട്. അതും ഒരൊറ്റപ്പെടലിൻ്റെ സാഹചര്യത്തിൽ ഞാൻ എഴുതിയതാണ്. കൂട്ടം വിട്ടുപോവും ആടിനെ പോലെ ഒറ്റപ്പെട്ടാലും യാഗനിക്കുണ്ട്. ഞാൻ ചേർത്ത് പിടിച്ച ഒരഭിഷക്തൻ എന്നെ തള്ളിപ്പറഞ്ഞ് പോയത് താങ്ങാനാവാതെ വന്നപ്പോഴാണ് ഞാൻ ഒറ്റപ്പെടലിനെക്കുറിച്ച് വേദപുസ്തകവുമായി ബന്ധിപ്പിച്ച് ആ പാട്ടിൻ്റെ വരികൾ എഴുതിയത്. ഈണം
പകർന്നതും. വേറെയും ചില പാട്ടുകൾ ഉണ്ട്. ഈണം ഞാൻ എഴുതിയ പാട്ടുകളെല്ലാം ഞാൻ തന്നെയാണ് ഈണം പകർന്നിട്ടുള്ളത്. ഞാൻ 97 ഒരു കാസറ്റ് ചെയ്തിരുന്നു. അതൊന്ന് CD-യിലോ പെൻഡ്രൈവിലോ ആക്കി എടുക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അതിനകത്തെ 1-2 ഗാനങ്ങൾ പഴയ ക്രിസ്തീയ ഗാനങ്ങളാണ്. അത് ഞാൻ എഴുതിയതൊന്നുമല്ല. ബാക്കിയുള്ള എല്ലാ ആ കാസറ്റിലെ പാട്ടുകളും ഞാൻ എഴുതിയതും ഈണം പകർന്നതുമാണ്. പ്രമോദം എന്നായിരുന്നു ആ കാസറ്റിൻ്റെ പേര്. പാട്ടിനോട് പൊതുവെ താല്പര്യവും ഇഷ്ടവുമാണ്. ഇന്നത്തെ പാട്ടുകളെ സംബന്ധിച്ച് ഒരൊറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ. ബ്രദർ പറഞ്ഞതുപോലെ ദൈവവചനത്തിൻ്റെ ആശയങ്ങളോട് അകന്നു നിൽക്കുന്ന പാട്ടുകളാണ്. എന്ന് പറഞ്ഞാൽ ഈ റോക്ക് മ്യൂസിക്കുകാർക്ക് ഈ ഇളക്കാൻ ഉപകരിക്കുന്ന ശൈലിയും അർത്ഥമില്ലാത്ത വാക്കുകളും ആണ് പല പാട്ടുകളിലും. എല്ലാമല്ല, പല പാട്ടുകളിലും ഉണ്ട്. പഴയ പാട്ടുകൾക്കൊരു ജീവൻ ഇന്നും ഉള്ളതിൻ്റെ കാരണം അതെല്ലാം ബൈബിളുമായി അറ്റാച്ചായി നിൽക്കുകയാണ്. അറ്റാച്ചായിട്ടാണ് നിൽക്കുന്നത്. 100% അറ്റാച്ചായിട്ടാണ് നിൽക്കുന്നത്. അല്ലാതെ നിങ്ങൾ നോക്ക്, ഏത് പാട്ടിലാണ് ഒരു മെസ്സേജ് ഇല്ലാത്തത്, ഏത് പാട്ടിലാണ് ഒരു നിത്യതയുമായി നമ്മളെ കണക്ട് ചെയ്യാത്തത്, ഏത് പാട്ടാണ്? എല്ലാം പാട്ടുകളെക്കുറിച്ച്, അങ്ങനെയുള്ള പാട്ടുകളെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ നമ്മൾ നേരം വെളുത്താലും പറഞ്ഞു തീരില്ല. അതുകൊണ്ട് നമുക്ക് ആ മേഖലയിലേക്ക് തിരിയണ്ട. ഞാൻ പറയുന്ന ഒറ്റ വാക്ക്, കാമ്പും കഴമ്പും ഇല്ലാത്ത ഗാനങ്ങൾ എന്നാണ്. കാരണം സന്ദേശങ്ങളില്ലാത്ത, ആളുകളെ വെറുതെ രസിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ഗാന ശൈലി, അതാണ് ഇന്നത്തെ എന്നുള്ളതാണ് എൻ്റെ ഒരഭിപ്രായം. അടുത്തൊരു ചോദ്യം, ഒരുപക്ഷെ ചിലപ്പോൾ കോൺട്രവേഴ്ഷ്യൽ എന്നോ അല്ലെങ്കിൽ ഹാർഡ് ക്വസ്റ്റ്യൻ എന്നോ ഒക്കെ തോന്നാം. പ്രത്യേകിച്ച് സഭാ രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. ഞങ്ങൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ലോക്കൽ ചർച്ച് മുതൽ നേതൃത്വ തലങ്ങളിലൊക്കെ കാണുന്ന ഒരു സഭാ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം, അത് സത്യം പറഞ്ഞാൽ വിശ്വാസികളെ ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവവചനത്തിൽ നിന്ന് അകറ്റുന്നു, അല്ലെങ്കിൽ പുതിയ വിശ്വാസികൾ കടന്നു വരുന്നതിന് തടസ്സമായിത്തീരുന്നു. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ പ്രത്യേകിച്ച് യുവതലമുറകൾ ദൈവവചനത്തെ അംഗീകരിക്കാനും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സുവിശേഷത്തിന് അതിന് ശരിയായ ഒരു അർത്ഥം കാണുന്നില്ല എന്നുള്ള ഒരു തോന്നലുകൾ ഉണ്ടാകുന്നുണ്ട്. അവർ വിട്ടു നിൽക്കുന്നതായിട്ട് കാണുന്നു. ആ ഒരു കാര്യത്തെക്കുറിച്ച് പാസ്റ്ററിന് എന്താണ് പറയാനുള്ളത്? ഇന്നത്തെ സഭാ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് എനിക്ക് കൃത്യമായ ഒരു നിലപാടും വേദപുസ്തക വെളിച്ചത്തിൽ ഒരു അഭിപ്രായവും എനിക്കുണ്ട്. ആദ്യം പറഞ്ഞു തുടങ്ങിയാൽ, ഇന്നത്തെ സഭാ രാഷ്ട്രീയം ബിബ്ലിക്കലല്ല, അപ്പോസ്തോലികവും അല്ല. ഞാനതിനൊരു തെളിവ് പറയാം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായിട്ട് 17 സ്ഥലങ്ങളിൽ ചീട്ടിട്ടെടുത്തു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പുതിയ നിയമത്തിലുമുണ്ട്. യൂദയ്ക്ക് പകരം മത്തിയാസിനെ ചീട്ടിട്ടിട്ട് ആണ് എടുത്തത്. എന്ന് പറഞ്ഞാൽ ബിബ്ലിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ലോട്ടിംഗ് സിസ്റ്റമാണ്, ചീട്ടിടിയിലാണ്. അതാണ് ബിബ്ലിക്കൽ സിസ്റ്റം. പക്ഷെ നമ്മുടെ ഇടയിൽ ഇന്നുള്ള സഭാ രാഷ്ട്രീയം വോട്ടിംഗ് സിസ്റ്റമാണ്. അപ്പം വേദപുസ്തകത്തിലെ തിരഞ്ഞെടുപ്പ് രീതി ചീട്ടിടിയിലാണെങ്കിൽ, നമ്മൾ വേദപുസ്തകത്തിൻ്റെ പ്രമാണങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ ആ സിസ്റ്റം അപ്ലൈ ചെയ്യണം എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. അപ്പം അപ്പോസ്തോലികമല്ലാത്ത, ബിബ്ലിക്കൽ അല്ലാത്ത ഒരു സിസ്റ്റം നമ്മൾ സെക്കുലർ രാഷ്ട്രീയത്തിൽ നിന്ന് കടമെടുത്ത് കൊണ്ടുവന്നിട്ട് ഇതിന്ന് സഭയെ വികൃതമാക്കി എന്ന് പറയുന്നതായിരിക്കും ശരി. അതിന് ഏറ്റവും വലിയൊരു വേദപുസ്തക വിരുദ്ധമായ കാര്യം ഞാൻ പറയാം. ഇന്നത്തെ സഭാ രാഷ്ട്രീയം ചെയ്ത ക്രൂരത എന്ന് പറയുന്നത് സഭയെ വിഭജിക്കുന്നു. കാരണം ഒരു സ്ഥാനത്തേക്ക് 2 പേര് മത്സരിക്കുമ്പോൾ അവിടെ
യൂണിറ്റി നഷ്ടപ്പെടുകയാണ്, ഐക്യത നഷ്ടപ്പെടുകയാണ്. അത് വേദപുസ്തകത്തിനെതിരല്ലേ? യേശു പഠിപ്പിച്ചത് എന്താണ്? പിതാവേ, നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നാകേണ്ടതിന് പ്രാർത്ഥിക്കുന്നു എന്നാണ്. അപ്പം ഒന്നായി നിൽക്കുന്നതാണ് ബിബ്ലിക്കൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ യേശു പറഞ്ഞു, നിങ്ങളിൽ രണ്ടുപേർ ഐകമത്യപ്പെട്ട് പ്രാർത്ഥിക്കുക. അപ്പം ഐക്യതയ്ക്ക് അമിത പ്രാധാന്യം നൽകി ഭൂമിയിൽ ആയിരുന്ന കാലത്ത് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തയാളാണ് യേശു. പക്ഷേ സഭയുടെ ഐക്യതയെ തകർക്കുന്ന, സഭയുടെ ഐക്യതയ്ക്ക് തുരങ്കം വെക്കുന്ന വെറും മോശമായ രീതിയാണ് ഇന്നത്തെ സഭാ രാഷ്ട്രീയം. ഇനി എനിക്കിതിൽ ഏറ്റവും സങ്കടം എന്താണെന്നറിയാം? ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നയാളല്ല. അത് എൻ്റെ പ്രസ്ഥാനം അതിൻ്റെ പേരിൽ എന്നെ മുടക്കിയാലും എന്നെ ഒഴിവാക്കിയാലും എനിക്കത് സങ്കടമില്ല. കാരണം ഞാൻ ഒരു സ്ഥാനവും കൊതിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് ഞാനാകുന്നതും ദൈവം ആക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവം ആക്കിയാൽ ഞാനാകും. ഇപ്പോൾ ഒരു ഏരിയയുടെ ചുമതലയിലേക്ക് വരണമെങ്കിൽ, ഒരു സെൻറ്ററിൻ്റെ ചുമതലയിലേക്ക് വരണമെങ്കിലൊക്കെ വലിയ പൈസ ചിലവുണ്ട്. ഇന്നത്തെ കണക്കനുസരിച്ച് എനിക്കറിയാവുന്നൊരു ദൈവദാസൻ എന്നോട് പറഞ്ഞത്, TD ഇന്നടത്ത് ചെന്ന് ഇന്നാരെ കണ്ട് ഹോമയാഗം കഴിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമെന്ന എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, പൈസ കൊടുക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം, കൈക്കൂലി. എന്തുകൊണ്ട് ഈ പാപത്തിനെതിരെ ഇന്നത്തെ നേതാക്കന്മാരാരും സംസാരിക്കുന്നില്ല? അത് തീവ്രമായി കാണണ്ടേ? എൻ്റെ സങ്കടം എന്നാണെന്നറിയോ? ഇവരൊക്കെ ഇങ്ങനെ ലക്ഷങ്ങൾ മുടക്കി, അതിനൊക്കെ നേരിട്ട് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ ലക്ഷങ്ങളുടെ കണക്കൊന്നും പറയുന്നില്ല. ലക്ഷങ്ങളുടെ ചിലവുണ്ട് ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് ഒരാൾ ജയിക്കുമ്പോൾ. അതെനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ്. ഞാൻ ചലഞ്ച് ചെയ്താ പറയുന്നത്. ലക്ഷങ്ങളുടെ ചിലവുണ്ട്. ഇങ്ങനെ ജയിച്ചിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പറയുന്നത് എന്നാന്നറിയോ? ഈ ദൈവസഭയുടെ ചുമതലയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ കള്ളത്തരമല്ലേ പറയുന്നത്? അപ്പൊ ഇവരെ പോലെയുള്ള ആളുകളാണ് ഈ സഭയെ ഈ പരുവത്തിൽ എത്തിച്ചത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ എൻ്റെ ചർച്ചിലൊന്നും ഇവർക്ക് വേദി കൊടുക്കത്തില്ല. ഇനി ഏത് വലിയ പുള്ളിയാണെങ്കിലും മോഹം പാപമാണെങ്കിൽ അധികാരമോഹവും പാപമാണ്. ഞാൻ പറയാറുള്ള ഒരു വാചകമുണ്ട്, മോഹം ഗർഭം ധരിച്ച് പ്രസിഡന്റിനെയോ സെക്രട്ടറിയെയോ ട്രഷററിനെയോ പ്രസവിക്കുന്നില്ല. മോഹം ഗർഭം ധരിച്ചാൽ പാപത്തെയാണ് പ്രസവിക്കുന്നത്. അങ്ങനെയെങ്കിൽ അധികാരമോഹം എന്ന പാപം വഹിക്കുന്ന ആളുകളാ എനിക്ക് മീതെ ഉള്ളതെന്നാണ് എൻ്റെ കണ്ടെത്തൽ. അല്ലെങ്കിൽ നിഷേധിക്കട്ടെ, ഒരു മടങ്ങി വരവ് ഉണ്ടായേ പറ്റൂ. വരും തലമുറയ്ക്ക് ഇവർ ഒരു മാതൃകയേ അല്ല. നമ്മുടെ വരും തലമുറയുടെ ഉള്ളിൽ ഈ മത്സര മനോഭാവം കൊണ്ടുവന്നിട്ടത് ഇവർ തന്നെയാണ്. അതിൽ നിന്നൊരു മാറ്റം, ഒരു മടങ്ങിവരവ് സഭയ്ക്കുണ്ടാവണം, നേതൃത്വത്തിനുണ്ടാവണം. നേതൃത്വം ഈ കാര്യത്തിൽ മാനസാന്തരപ്പെട്ടേ പറ്റൂ. അല്ലാതെ ജനത്തെ ഇട്ട് കളിപ്പിക്കുന്ന ഈ രീതി ഉണ്ടല്ലോ, ഈ പാപം അകത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഉപവാസ പ്രാർത്ഥന വെക്കുന്നത്, നമ്മൾ കാത്തിരിപ്പ് യോഗം വെക്കുന്നത്, നമ്മൾ ആത്മാക്കളെ നേടുന്ന വലിയ പ്രൊജക്റ്റ് അവതരിപ്പിക്കുന്നത്. പാപമാണ്, തെറ്റാണ്. അപ്പോൾ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ അല്പം കൂടെ ഞാൻ വാചാലനായി പോകും. കാരണം അതികഠിനമായ വേദന ഈ വിഷയത്തിൽ എനിക്കുണ്ട്. ഒരു കർത്താവ് വിളിച്ചിറക്കിയ ഒരു ഉപദേശി എന്നുള്ള നിലയിൽ ഞാൻ പൂർണ്ണനൊന്നുമല്ല, പക്ഷേ പരമാവധി പ്രമാണിക്കാൻ കഴിയണം. പ്രമാണങ്ങൾ പ്രസംഗിക്കാനുള്ളതല്ല, അത് പ്രമാണിക്കാനുള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു നാടൻ മലയാളി ഉപദേശി എന്നുള്ള നിലയിൽ സഭാ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും പുതുതലമുറയെ സംബന്ധിച്ചുമൊക്കെയുള്ള എൻ്റെ അഭിപ്രായം ഇതാണ്. പുതുതലമുറകൾ ഒരിക്കലും ഇത് മാതൃകയാക്കരുത്. അവർ ബിബ്ലിക്കൽ സിസ്റ്റം ഫോളോ ചെയ്യട്ടെ. 5 പേര് മത്സരിക്കാനുണ്ടെങ്കിൽ 5 പേരുടെ പേരെഴുതിയിട്.
ഇട്, എന്നിട്ട് അത് നറുക്കെടുക്ക. അവർ പ്രാർത്ഥിച്ച് അത് ചെയ്തെന്ന് എഴുതിയിട്ടുണ്ട് ദൈവസന്നിധി. ഇത് പ്രാർത്ഥിക്കുകയല്ലോ. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ വണ്ടിക്കകത്ത് ഡീസലും പെട്രോളും അടിച്ച് യാത്ര ചെയ്യുകയാണ്. കാരണം വോട്ടേഴ്സിനെ കാണണം, ഇവരെ ടൂറിസ്റ്റ് ബസ്സിനകത്ത് കൊണ്ടുവരണം, ഇവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കണം, ഇറങ്ങാൻ നേരം 500 രൂപ വെച്ച് കൊടുക്കണം. ബാക്കി നമുക്ക് ഈ മീഡിയയുടെ ഒന്നും മുമ്പിൽ അധികം പറയാൻ ബുദ്ധിമുട്ടാണ്. സങ്കടം കൊണ്ട് പറയുക, ഒരു മാറ്റം ഉണ്ടാവട്ടെ. അതിന് നിങ്ങളുടെ ഈ പ്രോഗ്രാം നിമിത്തമെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുന്നെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ്. തീർച്ചയായിട്ടും പാസ്റ്ററെ, സത്യം പറഞ്ഞ ചോദ്യത്തിന്റെ കഠിനത പോലെ തന്നെ ഉത്തരവും അല്പം കഠിനമായിരുന്നു. എന്നാൽ ഇത് ഒരു മാറ്റി ചിന്തിക്കുന്നതിന് കാരണമായി തീരട്ടെ. ഈ പ്രോഗ്രാം പാസ്റ്റർ പറഞ്ഞ പോലെ അങ്ങനെ ഒന്ന് കേൾക്കുന്നവർക്ക് ഒന്ന് മാറ്റി ചിന്തിക്കുവാൻ തക്കവണ്ണം ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. മാസ്റ്റർ, വിശ്വാസ ജീവിതത്തിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ, അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പ്രാർത്ഥനകൾക്ക് മറുപടി ഇല്ലാതെ ആയിരിക്കുന്ന ഒത്തിരി വ്യക്തി ജീവിതങ്ങളെ കുറിച്ച് പറയാനും കേൾക്കാനൊക്കെ ഇടയായിട്ടുണ്ട്. മാസ്റ്ററിന് എന്താണ് പറയാനുള്ളത്? അങ്ങനെ ഒരു മറുപടി ഇല്ലാത്ത ജീവിതവുമായി പോരാടുമ്പോൾ അവരോട് പറയാനുള്ള ഒരു സന്ദേശം എന്താണ് മാസ്റ്റർ? ഇത് കാര്യഗൗരവമായ ഒരു ചോദ്യമാണ്. വേദപുസ്തക വെളിച്ചത്തിൽ തന്നെ അതിന് ഉത്തരം പറയണമെങ്കിൽ നമ്മളൊരല്പസമയം എടുത്ത് വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ബൈബിളിൽ നിന്നൊരു വാക്യം പറയാം. പൂതഗ്രസ്തൻ സൗഖ്യമായി. ഗദരദേശത്തെ പൂതഗ്രസ്തൻ യേശുവിനോട് അദ്ദേഹം അപേക്ഷിച്ച ഒരു കാര്യം, യേശുവിൻ്റെ ഗോസ്പൽ ടീമിൽ ശിഷ്യന്മാരോടൊപ്പം എന്നെ ചേർക്കണമെന്നോ ഒന്നുമല്ല, ഞാനും കൂടെ പോരട്ടെ നിന്റെ കൂടെ, അതേ ചോദിച്ചുള്ളൂ. വാസ്തവത്തിൽ ആ ചോദ്യം അവൻ്റെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ, കാരണം അവൻ്റെ നാട്ടിൽ ഭ്രാന്തനാണ്. സൗഖ്യമായി എന്നുള്ളത് നാട്ടുകാർ വിശ്വസിച്ച് വരണമെങ്കിൽ സമയമെടുക്കും. തന്നെത്താൻ കല്ലെടുത്ത് വെച്ച് ചതച്ച് കല്ലറകളിൽ വിശ്രമിച്ച് ജീവിച്ച 6000 ഭൂതങ്ങൾ പിടിമുറുക്കിയിരുന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ സൗഖ്യമായി. യേശുവിൻ്റെ മുമ്പിൽ ഒരു അപേക്ഷ വെക്കുകയാണ്, ഞാനും കൂടെ പോരുക, കാരണം ഈ ദേശത്ത് നിന്ന് ഒന്ന് മാറി നിൽക്കാൻ. പക്ഷെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന, മർക്കോസ് 5 എഴുതിയിരിക്കുന്നത് യേശു അവനെ അനുവദിച്ചില്ലെന്നാണ്. അതേസമയം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ബിബ്ലിക്കലി തന്നെ അതിൻ്റെ ഉത്തരം അവിടെ പറയുകയാണ്. ഭൂതഗ്രസ്തനായിരുന്നവൻ അപേക്ഷിച്ചത് യേശു അംഗീകരിച്ചിട്ടുണ്ട്. പന്നികളിൽ പ്രവേശിക്കാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന് പറഞ്ഞു, യേശു അനുവദിച്ചു. ഗദരദേശക്കാരൊരപേക്ഷ വെച്ചു, നീ ഞങ്ങളുടെ അതിര് വിട്ടുപോകണം, യേശു അപേക്ഷ കേട്ടു. യേശു തൻ്റെ അധികാരം ഉപയോഗിച്ച് തിരിഞ്ഞു നിന്നില്ല. അപ്പോൾ 6000 ദുരാത്മാക്കളുടെ അപേക്ഷയ്ക്ക് യേശു മറുപടി കൊടുത്തു, ഗദരദേശക്കാരുടെ അപേക്ഷയ്ക്ക് യേശു മറുപടി കൊടുത്തു. പക്ഷേ സൗഖ്യമായവൻ്റെ, വിടുവിക്കപ്പെട്ടവൻ്റെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവവൈതലിൻ്റെ, വിശ്വാസിയുടെ അപേക്ഷ യേശു തള്ളി. നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അതിനകത്തുണ്ട്. അതിൻ്റെ ഉത്തരവ് ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് വേറെ വേദഭാഗങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് വിശദീകരിക്കേണ്ട ഒരു മേഖലയാണ്. എന്തുകൊണ്ട് യേശു മറുപടി കൊടുത്തില്ല? അതാണല്ലോ നമ്മുടെ, എന്തുകൊണ്ട് എൻ്റെ ഒരു അപേക്ഷ റിജക്റ്റ് ചെയ്യുമ്പോൾ അത് കർത്താവ് റിജക്റ്റ് ചെയ്യുകയാണ്. ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ, ഞാനും കൂടെ പോരട്ടെ നിൻ്റെ കൂടെ. എന്തുകൊണ്ട് യേശു മറുപടി കൊടുത്തില്ല എന്നുള്ളത്, ആ ഭാഗം കൃത്യമായി നമ്മൾ പഠിച്ചാൽ, ഇവൻ ഭൂതഗ്രസ്തനായിരുന്നല്ലോ. യേശുവിന് ഗദരദേശത്ത് തുടരാൻ കഴിയുന്നില്ല, കാരണം നാട്ടുകാർ അനുവദിക്കുകയില്ല. അതിര് വിട്ടു പോകണമെന്ന് ദേശക്കാർ ഒറ്റക്കെട്ടായി അപേക്ഷിച്ചതാണ്. അപ്പോൾ യേശു പോവുക. യേശു അവിടെ വർക്ക് തുടങ്ങിയതേ ഉള്ളൂ. ഒരാളെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരാളെ വിശ്വാസത്തിൽ വന്നുള്ളൂ. പക്ഷെ പ്രവർത്തനം തുടങ്ങിയ ആൾ
ടീം ഉൾപ്പെടെ മടങ്ങുക. കാരണം ദേശക്കാർ അനുവദിക്കുന്നില്ല. അപ്പോൾ യേശു നോക്കിയപ്പോൾ ഇവനും കൂടെ പോന്നാൽ ഞാൻ തുടങ്ങി വെച്ച പ്രവൃത്തി ഇതേ നാട്ടിൽ തുടരണമെങ്കിൽ എനിക്കൊരു റെപ്രസെൻറ്റേറ്റീവ് വേണം. എന്നെ ദൈവാത്മാവ് പഠിപ്പിച്ചത് അതാണ്. എനിക്കൊരു പ്രതിനിധി വേണം. ചുരുക്കി പറഞ്ഞാൽ ശിഷ്യന്മാർക്ക് പോലും കിട്ടാത്തൊരു പദവിയാണ്. ശിഷ്യന്മാർ ഇത്രയും കാലമായിട്ട് യേശുവിൻ്റെ കൂടെ നടന്നു. അവരെ ആരെയെങ്കിലും ഒരു ദേശത്തിൻ്റെ ചുമതല യേശു ഏൽപ്പിച്ചില്ല. പക്ഷേ ഈ ഭ്രാന്തനായി നടന്ന മനുഷ്യനെ, അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാവോ? ദക്കപ്പൊലി നാട്ടിലെങ്ങും ഘോഷിച്ചു തുടങ്ങി എന്നാണ്. അതിൻ്റെ അർത്ഥം ദക്കപ്പൊലി 10 പട്ടണങ്ങളുടെ ജില്ലയാണ് ദക്കപ്പൊലി. ദക്കപ്പൊലിയുടെ മറ്റൊരു പ്രത്യേകത, റിട്ടയറായ സൈനിക ഉദ്യോഗസ്ഥർ താമസിക്കുന്ന സ്ഥലമാണ് ദക്കപ്പൊലി. അവിടെ ഉള്ളവരെല്ലാം ഗവൺമെൻറ് എംപ്ലോയീസ് ആയിരുന്നവരാണ്. റിട്ടയറായ ആളുകൾ താമസിക്കുന്ന പട്ടണമാണ് ദക്കപ്പൊലി. അപ്പോൾ ആ ദക്കപ്പൊലിയിൽ യേശുവിനെ പരിചയപ്പെടുത്താൻ ഇവനെപ്പോലെ യോഗ്യനായ ഒരാൾ വേറെ ഇല്ല എന്ന് യേശു കാണുകയാണ്. കാരണം പത്രോസിനെയോ യോഹന്നാനെയോ ആ ചുമതല ഏൽപ്പിക്കുന്നതിനേക്കാൾ ഭംഗി ഇവനെ ഏൽപ്പിക്കുന്നതാണ്. ഒന്നുമില്ലെങ്കിലും ഇവനെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം, സകല ആളുകൾക്കും അറിയാം. ഇവൻ ചങ്ങല ഉരുമ്മി ഒടിക്കുമായിരുന്നെന്ന്, അത്രയ്ക്കും ശക്തനാണ്. അപ്പം മുഴുഭ്രാന്തനായിരുന്ന ഒരാൾ ഈ യേശുവിലേക്ക് വരാൻ, യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ട് യേശുവിലേക്ക് വരാൻ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ പേടിച്ചായാലും 10 പേര് ഇവൻ്റെ ശുശ്രൂഷ നിമിത്തം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നയാളാണ്. ഇനി മറ്റൊരു കാര്യം, ആ അധ്യായം മുമ്പോട്ട് വായിച്ചു വരുമ്പോൾ ഇതേ ദേശത്തുകൂടെ യേശു പിന്നെയും വന്നു. ഈ ഗദരദേശത്തുകൂടെ ഈ ദക്കപ്പൊലി നാട് വഴി യേശു വന്നെന്ന് എഴുതിയിട്ടുണ്ട്. ആ യാത്രയുടെ മുമ്പോട്ടുള്ള പോക്കിലാണ് 4000 പേർക്ക് അപ്പം കൊടുത്തൊരു അതിശയം നടന്നത്. 7 അപ്പവും കുറേ ചെറുമീനും കൊണ്ട് യേശു 4000 പേരെ പോഷിപ്പിച്ചൊരു സംഭവമില്ലേ? അവിടെ 4000 പേരുടെ കണക്ക് പറയുന്നത് യേശു ദക്കപ്പൊലി നാടുവഴി വന്നപ്പോൾ, ഗദരദേശ ആ നാടുവഴി വന്നപ്പോൾ യേശുവിനെ അനുഗമിച്ച ആളുകൾ. ഞാൻ വിശ്വസിക്കുന്നതെന്നറിയോ? ഇപ്പോൾ ഈ 4000 പേര്, യേശുവിനോടൊപ്പം അപ്പം ഭക്ഷിച്ച 4000 പേർ, ഈ മനുഷ്യൻ്റെ, ഈ ഗദരദേശത്തെ ഭൂതഗ്രസ്തനായിരുന്നവൻ്റെ പ്രവർത്തന ഫലമായി യേശുവിനെ അനുഗമിക്കാൻ തീരുമാനിച്ച ആളുകളാണ്. ഞാൻ അതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, മറുപടി കിട്ടുവോ കിട്ടിയില്ലയോ ആ ബന്ധത്തിലാവരുത് കർത്താവുമായുള്ള നമ്മുടെ ബന്ധം. ദൈവം എന്നെ പഠിപ്പിച്ചത്, മറുപടി കിട്ടുന്നില്ലെങ്കിൽ ഓർത്തോണം, ഇതുവരെ മാനിച്ചതിനേക്കാൾ ശ്രേഷ്ഠമായി മാനിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതാണ് ഞാൻ അതിൽ നിന്ന് പഠിച്ചത്. ഞാനും ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ പോകുന്നയാളാണ്, കീമോ എടുക്കുന്നയാളാണ്. 4.5 വർഷമായി എൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടരുന്നു. പക്ഷേ എൻ്റെ ശുശ്രൂഷകൾ മുടങ്ങുന്നില്ല. ഞാൻ യാത്രകൾ ചെയ്യുന്നു, പ്രസംഗിക്കുന്നു. ഞാൻ 3 ആഴ്ച മുമ്പ് 2.25 മണിക്കൂർ മാവേലിക്കരയിൽ ഒരു ചർച്ചിൽ പ്രസംഗിച്ചു. 2.25 മണിക്കൂർ. അതെൻ്റെ ശുശ്രൂഷ ചരിത്രത്തിലെ 3ാമത്തെ അനുഭവമാണ്. 2.25 മണിക്കൂർ ഞാൻ എങ്ങും പ്രസംഗിച്ചിട്ടില്ല. ഈ 2.25 മണിക്കൂർ എപ്പോഴാണ് ഞാൻ പ്രസംഗിച്ചത്? ഈ കീമ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. അതുകൊണ്ട് ഉത്തരമില്ലാത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. പിന്നെ ഇങ്ങനെ ഈ രോഗാവസ്ഥയിലൂടെ പോയി അവസാനിക്കുകയാണ് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ലക്ഷ്യമെങ്കിൽ എല്ലാവരെക്കാളും ശുദ്ധീകരണം എനിക്കുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നയാളാണ്. കാരണം ഈ രോഗാവസ്ഥ എന്നെ കാണാനും എന്നെ പണിയാനും എൻ്റെ ശുദ്ധീകരണത്തിനും എന്നെ സഹായിക്കും. പിന്നെ ഞാൻ ഇന്ന് മരിച്ചാൽ എനിക്ക് ഭാരപ്പെടേണ്ട കാര്യമില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പോൾ പിന്നെ ഉത്തരം എന്തിന്? ശരിക്കും പറഞ്ഞാൽ യഹൂദബാലന്മാരോടുള്ള ബന്ധത്തിൽ അവർ പറഞ്ഞ മറുപടിയാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും വിടുതൽ എന്നുള്ളതിനേക്കാൾ എനിക്ക് വലുത് ദൈവമാണ്.
ഇപ്പം ഞാൻ രോഗിയാണ്, 4.5 വർഷമായി ചികിത്സയുണ്ട്. എനിക്കിതുവരെ സൗഖ്യം കിട്ടിയിട്ടില്ല, ഞാനിതുവരെ പൂർണ്ണ സൗഖ്യമായിട്ടില്ല. പക്ഷേ ഞാൻ നിരാശനല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇന്ന് മരിച്ചാൽ ഞാൻ കർത്താവിനോട് കൂടെയാണ്. പിന്നെന്താ, ഞാൻ എത്ര നാൾ ഈ ഭൂമിയിൽ ഉണ്ടാകണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടോ അത്രയും കാലമേ ഞാൻ ജീവിച്ചിരിക്കൂ. രോഗം ഇല്ലെങ്കിൽ പോലും, ഒരു രോഗവും ഇല്ലെങ്കിൽ പോലും എൻ്റെ ആയുസ് ദൈവത്തിൻ്റെ ജീവഭണ്ഡാരത്തിൽ എൻ്റെ പ്രാണൻ കെട്ടപ്പെട്ടിരിക്കുന്നു, ദാവീദ് പറഞ്ഞതുപോലെ. അങ്ങനെ ഞാൻ അതിനെ കാണുന്നുള്ളൂ. നമ്മുടെ മറുപടിയെ ആശ്രയിച്ചല്ല ദൈവവുമായുള്ള നമ്മുടെ ബന്ധം. അങ്ങനെ അതിനെ കാണുകയും വിശ്വാസത്തിൽ ഉറയ്ക്കുകയും ചെയ്യണം. മരിച്ചാൽ മരിക്കട്ടെ, കർത്താവിന് ഹിതമാണെങ്കിൽ സൗഖ്യമാവട്ടെ, കർത്താവിൻ്റെ ഹിതമാണെങ്കിൽ ഞാൻ എഴുന്നേക്കട്ടെ, അതേ ഉള്ളൂ. ഞാനിപ്പോൾ എൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളല്ല. ഞാൻ 2 കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് യാത്ര ചെയ്യാനുള്ള ആരോഗ്യം വേണം, ശുശ്രൂഷിക്കാനുള്ള ബലം വേണം. ആ ഒറ്റ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഞാനിപ്പോൾ ഈ രാജ്യത്ത് വന്നതും ഈ ദിവസങ്ങളിൽ ഇവിടെ ശുശ്രൂഷിക്കും. അങ്ങനെ ദൈവത്തെ കാണുക. യെസ്, അല്ലാതെ ഇടുകുടുക്കെ ചോറും കറിയും എന്ന് പറയുന്നത് പോലെ നമ്മൾ പ്രാർത്ഥിച്ച ഒട്ടൻ മറുപടി ഇല്ലാത്ത വിഷയങ്ങളുണ്ട്. ഏലിയാവ് മരിക്കാൻ കൊതിച്ചതല്ലേ? ഏലിയാവിൻ്റെ 5 പ്രാർത്ഥന ബൈബിളിലുണ്ട്. മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിച്ചു, മഴ പെയ്യാൻ പ്രാർത്ഥിച്ചു. മരിച്ച കുഞ്ഞിൻ്റെ പ്രാണൻ തിരിച്ചു വരാൻ പ്രാർത്ഥിച്ചു. കർമ്മേൽ പർവ്വതത്തിൽ തീയിറങ്ങാൻ പ്രാർത്ഥിച്ചു. ഇതിനെല്ലാം മറുപടി കിട്ടി. മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിച്ചു, മഴ പെയ്തില്ല. മഴ പെയ്യാൻ പ്രാർത്ഥിച്ചു, മഴ പെയ്തു. മരിച്ച കുഞ്ഞിൻ്റെ പ്രാണൻ തിരിച്ചു വരാൻ പ്രാർത്ഥിച്ചു, പ്രാണൻ തിരിച്ചു വന്നു. തീ ഇറങ്ങാൻ പ്രാർത്ഥിച്ചു, തീ ഇറങ്ങി. 4നും മറുപടി കൊടുത്തു. പക്ഷെ ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തില്ല. എൻ്റെ പ്രാണനെ നീ എടുക്കണമെന്ന് പറഞ്ഞു. അവർ ഏലിയാവിൻ്റെ പ്ലാനാണ്, ഏലിയാവിൻ്റെ ആഗ്രഹമാണ്. പക്ഷെ ദൈവത്തിന് ആ ഏലിയാവിനെ കുറിച്ച് വേറൊരാഗ്രഹമുണ്ട്. കൊല്ലും എന്ന് വെല്ലുവിളിച്ച് നിൽക്കുന്ന ഇസബേലിൻ്റെ മുമ്പിൽ കൊന്നാൽ, ഞാൻ ചോദിക്കട്ടെ, ഏലിയാവിൻ്റെ പ്രാണൻ ദൈവം എടുത്തെന്നിരിക്കട്ടെ, ഈ പ്രാർത്ഥന കേട്ട്, ചൂരച്ചെടിയുടെ തണലിലാണല്ലോ കിടക്കുന്നത്. ആ ബോഡി എന്ത് ചെയ്യും ആഹാബ്? ഒന്നും ചെയ്യല. കാരണം ആഹാബിൻ്റെ ശത്രുവാ ചൂരച്ചെടിയുടെ തണലിൽ മരുഭൂമിയിൽ മരിച്ചു കിടക്കുന്നു. അത് കഴുകൻ കൊത്തിപ്പറിക്കത്തേ ഉള്ളൂ. എന്ത് ചെയ്താൽ? പ്രാണനെ എടുക്കണം എന്നുള്ള ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ടാൽ പ്രാണനെ എടുക്കുന്നുള്ളൂ, ശരീരം ഇവിടെ കിടക്കുകയാണ്. അപ്പം ദൈവത്തിൻ്റെ ആലോചന വഹിച്ച് ഓടി നടന്ന് ശുശ്രൂഷിച്ച ഒരു അഭിഷക്തൻ്റെ ഭൗതിക ശരീരം കഴുകൻ കൊത്തിപ്പറിക്കും. എന്ത് സംഭവിച്ചാൽ? മറുപടി കൊടുത്താൽ, പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്താൽ. അപ്പം ദൈവം തീരുമാനിച്ചു, മരിച്ചാലല്ലേ ശരീരം ഇവിടെ കിടക്കുകയുള്ളൂ. ഉണ്ടോ? അപ്പോൾ ഏലിയാവിനെ ഏറ്റവും കൂടുതൽ മാനിച്ചത് എങ്ങനെയാണ്? മറുപടി കൊടുക്കാതിരുന്നിട്ടാണ് മാനിച്ചത്. അതുകൊണ്ട് ഏലിയാവിനെ ദൈവം ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കുകയായിരുന്നു. അങ്ങനെ കാണണം. ഞാൻ ചോദിച്ച മറുപടി എനിക്ക് കിട്ടിയില്ലെന്ന് കരുതി ഞാൻ നിരാശപ്പെടരുത്. ഏറ്റവും കൂടുതൽ ഞാൻ മാനിക്കപ്പെടുന്നത് മറുപടി കിട്ടാതിരിക്കുമ്പോഴായിരിക്കും. അതാണ് വേദപുസ്തകത്തിലൂടെ അതിനുള്ള ഉത്തരം. ഒത്തിരി നമുക്ക് വിശദീകരിക്കാൻ പോയാൽ ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. വളരെ വളരെ ചിന്തകൾ നമ്മളെ വളരെ ശക്തിപ്പെടുത്തുന്നതായ ഒത്തിരി കാര്യങ്ങളാണ് പാസ്റ്റർ പറഞ്ഞത്. തീർച്ചയായിട്ടും പ്രാർത്ഥനകൾക്ക് മറുപടി എന്നുള്ളതിനേക്കാൾ ഉപരി ദൈവമായിട്ടുള്ള ബന്ധം നിലനിർത്തുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. താങ്ക് യു പാസ്റ്റർ. അടുത്തതായി മാഞ്ചസ്റ്റർ പെന്തക്കോസ്റ്റ് ചർച്ചിൽ പാസ്റ്റർ വന്ന് ശുശ്രൂഷിച്ചത് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു, വളരെ സന്തോഷമായിരുന്നു. അപ്പോൾ തന്നെ പാസ്റ്ററിന് ഞങ്ങളോടുകൂടിയുള്ള ആ ശുശ്രൂഷ സമയം എങ്ങനെ പാസ്റ്റർ കാണുന്നു? ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ പ്രായത്തിനിടയ്ക്ക് ഒരുപാട് രാജ്യങ്ങളിൽ, ഒരുപാട് സഭകളിൽ നമ്മൾ ശുശ്രൂഷിച്ചിട്ടുണ്ട്. 6-7 ദിവസം അടുപ്പിച്ച് ഞാൻ ശുശ്രൂഷിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ മനസ്സ് നിറഞ്ഞ് ഹൃദയം നിറഞ്ഞ് സന്തോഷത്തോടെ ശുശ്രൂഷിച്ചൊരു സഭയാണ് ഈ സഭ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് ചോദിച്ചാൽ, ദൈവവചനത്തോട് ഈ സഭ കാണിച്ച പ്രതികരണം, റെസ്പോൺസ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല.
അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ഘടകം. നിങ്ങളുടെ സഭയിൽ ആഹാരം കൊടുക്കാൻ നേരം കുഞ്ഞുങ്ങൾ വാപൊളിച്ചിരിക്കുന്നത് പോലെ പാസ്റ്റർ അടുത്തതെന്താണ് പറയുന്നതെന്ന് കേൾക്കാനുള്ള ആകാംക്ഷയോടെ ജിജ്ഞാസയോടെ ഇരിക്കുന്ന ആ ആളുകളുടെ മുഖമുണ്ടല്ലോ, നമ്മളെ അറിയാതെ അറിയാതെ നമ്മൾ സമയം പോന്ന് നോക്കിയേയില്ല. 40 മിനിറ്റിനുള്ളിൽ എടുക്കരുതെന്നൊക്കെ വിചാരിച്ചാൽ ഞാൻ എഴുന്നേറ്റതൊക്കെ. പക്ഷേ നമുക്ക് അതുപോലുള്ള വചനത്തിൻ്റെ പ്രകാശനമായിരുന്നു ഈ ദിവസങ്ങളിലെ നിങ്ങളുടെ സഭയിലെ ശുശ്രൂഷയിൽ എനിക്കുണ്ടായത്. സന്തോഷം, ഒരുപാട് സന്തോഷം. പാസ്റ്റർ ഉൾപ്പെടെയുള്ള ഇങ്ങോട്ടുള്ള ആളുകളൊക്കെ എനിക്ക് അത്ഭുതം തോന്നിയത്, ഞാനത് ഇന്നെൻ്റെ കസിൻ ഷിജോയോട് ഞാൻ പറഞ്ഞു, മീഡിയയിൽ നിൽക്കുന്നവരും ഇടയ്ക്ക് കൈയടിക്കുന്നുണ്ട്. അവർ ക്യാമറയുടെ പുറകെ ആണെങ്കിലും ഇടയ്ക്ക് കൈ ഉയർത്തുന്നുണ്ട്. ഞാനിതെല്ലാം ശ്രദ്ധിക്കും. കാരണം അപ്പോൾ എനിക്ക് മനസ്സിലായി ശുശ്രൂഷയെ അല്ലെങ്കിൽ വചനത്തെ, ദൂതിനെ എത്ര ആത്മാർത്ഥമായിട്ടാണ് ആളുകൾ സ്വീകരിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് ഉണ്ടാകാനുണ്ട്. സഭയ്ക്ക് റിസൾട്ട് ഉണ്ടാവട്ടെ. അതിൻ്റെ മാറ്റം ഈ മാഞ്ചസ്റ്റർ പെന്തക്കോസ്റ്റൽ ചർച്ചിന് സംഭവിക്കട്ടെ. അത് കേൾക്കാൻ എനിക്കും അവസരം ഉണ്ടാവട്ടെ എന്നാണ് എനിക്ക് ഇത്തരണത്തിൽ പറയാനുള്ളത്. വളരെ സന്തോഷം പാസ്റ്റർ, നല്ല വാക്കുകൾ ഞങ്ങളോട് പങ്കുവച്ചതിന്. അവസാനമായി ഒരു ചോദ്യം, നമ്മുടെ ഈ അഭിമുഖം കാണുന്ന പ്രേക്ഷകരോടും വിശ്വാസ സമൂഹത്തോടും പാസ്റ്ററിന് എന്താണ് ഒരു കൊച്ചു സന്ദേശമായിട്ട് പറയാനുള്ളത്? ശരിക്കും അങ്ങനെ ഒരു കൊച്ചു സന്ദേശമായിട്ട് പറഞ്ഞു നിർത്താനോ എനിക്കറിയത്തില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ മനസ്സ് തുറന്ന് എൻ്റെ ശ്രോതാക്കളോട് പറയാൻ എനിക്ക് ഉള്ളിൽ കൊതിയുള്ള ഒരാളാണ് ഞാൻ എപ്പോഴും. എന്നാൽ ഞാൻ ഒറ്റ വാക്കി പറയാം, നമ്മുടെ ഈ കൊച്ചു ജീവിതം, ചെറിയൊരു ജീവിതം, അത് ചിന്തിച്ചും വ്യാകുലപ്പെട്ടും നിരാശപ്പെട്ടും തള്ളി നീക്കാനുള്ളതല്ല. വേദനകളുടെ നടുവിലും നമ്മൾ സന്തോഷിക്കണം. ചങ്ങലയിൽ കിടക്കുമ്പോഴും പാടി സ്തുതിച്ച അപ്പസ്തലന്മാരെ പോലെ എത്ര പ്രതിസന്ധികൾ വന്നാലും അത് നമ്മുടെ ആരാധനയെ ബാധിക്കരുത്, അത് നമ്മുടെ ആത്മീക ജീവിതത്തെ ബാധിക്കരുത്. പിന്നെ നിത്യതയിലെത്തുന്നതിന് തടസ്സമായതൊന്നും നമ്മിലുണ്ടാവരുത്. അതെന്തോ ആയാലും, ഞാൻ ഒന്നിൻ്റെയും പേര് പറയുന്നില്ല. സ്വർഗത്തിൽ പോകുന്നതിന് തടസ്സമായുള്ളതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ പവിത്രമായ, പരിപാവനമായ, ഒന്നുകൂടെ പറഞ്ഞാൽ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും പോക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ച് ആരാധനയുടെ ആ ചൂരും കളയാതെ, വചനത്തോടുള്ള പ്രതിപത്തി കുറയാതെ, വിശുദ്ധ ജീവിതത്തിന് മുൻതൂക്കം നൽകി ആത്മാവിൻ്റെ ഐക്യതയോടെ കാഹളം ധ്വനിക്കുന്നതുവരെ ഒരു ജീവൽ സ്ഥാപനമായി എല്ലാവരും മുമ്പോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ എന്നാണ് വളരെ ഷോർട്ടായിട്ട് പറയാനുള്ള സന്ദേശം. കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഒത്തിരി സന്തോഷം പാസ്റ്റർ. പ്രത്യേകിച്ച് ഈ പല ശാരീരിക അസ്വസ്ഥതകളിലൊക്കെ ഇടയിലും ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം വേർതിരിച്ച് ഈ അഭിമുഖത്തിന് വേണ്ടി സമയം കണ്ടെത്തിയതിനായി ഒത്തിരി നന്ദി പറയുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനിയുള്ള ശുശ്രൂഷ മണ്ഡലങ്ങളിലും കർത്താവ് തരുന്ന ആയുസ് അത്രയും കർത്താവ് ശക്തിയോടെ ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങളും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. മാഞ്ചസ്റ്റർ പെന്തക്കോസ്റ്റ് ചർച്ചിന്റെ പിന്നിട്ട് വഴികളുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു എപ്പിസോഡ് ആയി കടന്നു വരുന്നവരെ ഞങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം.